വാസുദേവോ വാസുദേവോ. അമ്പലപ്പുഴ കൃഷ്ണ, യദുകുലനാഥ, ഗോശാല കൃഷ്ണ, ഭഗവാനെ. വാസുദേവോ എന്ന വിളി കേൾക്കാതെ ഇവിടുത്തെ ഒരു ചരാചരങ്ങളും ഉണരുന്നതുമില്ല, ഉറങ്ങുന്നതുമില്ല. അതാണ് പരമാർത്ഥം. ഇന്ന് പ്രദക്ഷിണ വഴികളിൽ അമ്പലപ്പുഴ കൃഷ്ണന്റെ അരികിലണഞ്ഞ് ഭഗവാന്റെ കഥകൾ പറഞ്ഞ് ഭഗവാനെ അറിഞ്ഞ് ഈ പുണ്യഭൂമിയിൽ സ്പർശിക്കാൻ കിട്ടിയ പുണ്യദിനം. ഇനി ഇന്ദ്രിയങ്ങളിലും ആത്മാവിലും പരമാത്മാവിലും പ്രേമസ്വരൂപനായ ഭഗവാൻ നിറഞ്ഞു നിൽക്കട്ടെ. മനസ്സ് വൃന്ദാവനവും ഹൃദയം മധുരാപുരിയും ആത്മാവ് ദ്വാരകയുമാകുമ്പോൾ ഓരോ കോശങ്ങളിലും ആനന്ദഭരിതമായ ഭഗവാന്റെ വേണുഗാനം നിറയുകയായി. ഒരു കാലത്ത് കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനമായ ചെമ്പകശ്ശേരി രാജ്യമാണ് ഇന്ന് കേരളത്തിന്റെ ആത്മീയ ഭൂപടമായി മാറിയ അമ്പലപ്പുഴ. ദേവനാരായണന്മാരെന്ന വിളിപ്പേരുള്ള ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ ഭരണകാലത്താണ് ക്ഷേത്രം നിർമ്മിക്കുന്നത്. ചെമ്പകശ്ശേരി രാജാക്കന്മാർ രാജ്യത്തിന്റെ കലയും സംസ്കാരവും നിലനിർത്തുന്നതിൽ അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനായ വില്ലുമംഗലം അമ്പലപ്പുഴയുടെ കലാകേദാരഭൂമിയിലേക്ക് നടത്തിയ സന്ദർശനമാണ് ഇന്നു കാണുന്ന ക്ഷേത്ര നിർമ്മിതിക്ക് കാരണമായത്. വില്ലുമംഗലത്തിന്റെ മനസ്സിലൂടെ ഭഗവാൻ തന്നെ ഒരു സഞ്ചാരം നടത്തിയതാവാം. യുഗാന്തരങ്ങളിലെ ജനിമൃതികളിലൂടെ വിവിധ ദേശങ്ങളിലും കാലഭേദങ്ങളിലൂടെയും മോക്ഷപ്രയാണം നടത്തുന്ന തൻ്റെ ഭക്തരിലേക്ക് ദർശനം നടത്തുവാൻ ഭഗവാൻ കണ്ടെത്തിയ പുണ്യഭൂമി തന്നെയാവണം അമ്പലപ്പുഴ ദേശം. ഹൃദയസരണികളിൽ നിറഞ്ഞൊഴുകുന്ന യമുന പോലെ പ്രേമഭക്തിയിൽ അലിഞ്ഞു ചേർന്ന യുഗാന്തരങ്ങളിലൂടെ നിന്നിലേക്ക് തന്നെ ഒഴുകുകയാണല്ലോ സ്ത്രീ മാനസങ്ങൾ സർവ്വതും. ദ്വാപരത്തിൽ അമ്പാടിയിലെ സ്ത്രീജനങ്ങളായിരുന്നുവല്ലോ ഈ ഭൂമിയിലെ ഏറ്റവും പുണ്യം ചെയ്തവർ. അവർക്ക് ഭഗവാനിലൂടെ തന്നെ ജീവിക്കാൻ കഴിഞ്ഞു. ഭഗവാനിലൂടെ സ്വപ്നം കണ്ട് ഭഗവാനിലൂടെ പ്രവർത്തിച്ച് ഭഗവാനിലൂടെ ആനന്ദിച്ച് മോക്ഷം നേടിയ പുണ്യജന്മങ്ങൾ. ഗോപികമാർ തൂണിലും തുരുമ്പിലും എന്നു വേണ്ട ഇലകളിലും പൂക്കളിലും അമ്പാടിയിലെ സർവ്വയിടങ്ങളിലും ഭഗവാന്റെ പേരെഴുതി വെച്ചു. അങ്ങനെ അമ്പാടിയിലെ സർവ്വചരാചരങ്ങളും മുകുന്ദനെന്നും ഗോകുലബാലനെന്നും അമ്പാടിക്കണ്ണനെന്നും മഴമുകിൽ വർണ്ണനെന്നുമൊക്കെ സദാ ഭഗവാന്റെ നാമം ഉരുവിട്ടുകൊണ്ടേയിരുന്നു.
ഭഗവത് ചിന്തകളാലും ഭഗവാന്റെ വേണുനാദം കേട്ടും അമൃതമായ ജീവിതം കൊണ്ട് ധന്യരായവർ. അതുകൊണ്ട് തന്നെ എന്നും എന്നെന്നും ഭഗവാന്റെ ഹൃദയവും അമ്പാടി തന്നെയാണല്ലോ. യുഗങ്ങൾക്കിപ്പുറം ഇവിടെ അമ്പലപ്പുഴ ക്ഷേത്രവും അമ്പാടി പോലെ തന്നെ. ക്ഷേത്രം ഭഗവാന്റെ ശരീരം തന്നെയാണല്ലോ. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ ഓരോ കോശങ്ങളിലും പ്രദക്ഷിണ വഴികളിലും ഭഗവത് നാമം നിറയുന്നു. ഗോപികാഹൃദയങ്ങൾ ഇവിടെയുമുണ്ട്. മനസ്സിലെ നീല സരസ്സുകളിലെ കമലദലങ്ങളിൽ മുകുന്ദ, നിന്റെ കേശാദിപാദം പ്രതിഷ്ഠിച്ച് ഭഗവാന്റെ ഒരു സ്വപ്ന ദർശനമെങ്കിലും കിട്ടുവാൻ മോഹിച്ച് ഭഗവാനിലൂടെ മോക്ഷം കാമിച്ച് ജീവിക്കുന്നവർ. ഇങ്ങനെ എത്രയെത്ര ആത്മാവുകളാണ് യുഗാന്തരങ്ങളിലൂടെ പ്രേമസ്വരൂപനായ ഭഗവാനിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഗോശാല കൃഷ്ണൻ വാഴുന്ന അമ്പലപ്പുഴ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ചുണ്ടുകളിൽ മധുരം കിനിയും. കാരണം അമ്പലപ്പുഴ പാൽപ്പായസം അത്രമേൽ സവിശേഷമാണ്. ഭഗവാന്റെ അധരം മധുരം വദനം മധുരം എന്ന് പറയുന്നത് പോലെ പാൽപ്പായസം നുണയുന്ന ഓരോ ഭക്തജനങ്ങളുടെയും ആത്മാവിലേക്ക് ഭഗവാന്റെ പ്രേമമധുരം തന്നെയാണ് അലിഞ്ഞിറങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് പായസത്തിൽ പഞ്ചസാര ചേർക്കുന്നതിന് മുമ്പായി പാൽപ്പായസപ്പുരയിൽ നിന്ന് ശ്രീകോവിലിലേക്ക് നോക്കി വാസുദേവോ എന്ന് ഉറക്കെ വിളിച്ച് ഭഗവാന്റെ അനുവാദം ചോദിക്കുന്നതും. അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ രുചിക്കൂട്ട് ഒരിക്കൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് പോലും അനന്തപുരിയിലേക്ക് സ്വന്തമാക്കാൻ ശ്രമിച്ചിട്ടും പരാജയപ്പെട്ടുവെന്നാണ് ചരിത്രം പറയുന്നത്. അല്ലെങ്കിൽ തന്നെ ഭഗവാന്റെ രുചിക്കൂട്ടുകൾ ആർക്കാണ് അനുകരിക്കാൻ കഴിയുക? ആ മധുരോദാരമായ കൃപ ഒരു കുഞ്ഞിനെ പോലെ ഏറ്റുവാങ്ങുക, അത്ര തന്നെ. ചമ്പക്കുളം ജലോത്സവത്തിന്റെ ചരിത്രവും അമ്പലപ്പുഴ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഭഗവാന്റെ വിഗ്രഹം ചമ്പക്കുളത്തു നിന്നും ജലഘോഷയാത്രയോടുകൂടിയാണല്ലോ ഇവിടെ എത്തിക്കുന്നത്. അതിൻ്റെ ഓർമ്മ പുതുക്കലാണ് എല്ലാ വർഷവും നടത്തിവരുന്ന പ്രശസ്തമായ ചമ്പക്കുളം വള്ളംകളി. ഇവിടെ ഒരു കൂട്ടം വഞ്ചിപ്പാട്ടുകാരും തുഴക്കാരും ഒന്നു ചേർന്ന് ഭഗവാന് മുന്നിൽ തങ്ങളുടെ ഗാനാർച്ചന സമർപ്പിക്കുകയാണ്. ഇനിയുള്ള ഇവരുടെ യാത്രകളിൽ ആത്മാവിൽ ഭക്തിയും തുഴകളിൽ ഭഗവാന്റെ കൃപാകടാക്ഷവും പുണ്യവും സംയോജിക്കും. സകലകലാവല്ലഭനായ ഭഗവാന്റെ തിരുസന്നിധി കലയുടെ കേദാരമാണല്ലോ. മഹാകവി കുഞ്ചൻ നമ്പ്യാരും മേൽപ്പത്തൂരും എഴുത്തച്ഛനുമൊക്കെ അവരുടെ കലാജീവിതം ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് കാലാതീതമായ കലാസൃഷ്ടികളുടെ തമ്പുരാക്കന്മാരായി. നവരസമാർന്ന ഭഗവാന്റെ ജീവിതലീലകളിൽ അലിഞ്ഞു ചേരുന്നത് തന്നെയാണല്ലോ ഓരോ കലാകാരൻ്റെയും സ്വപ്നവും പ്രാർത്ഥനയും സ്വാസ്ഥ്യവും.
മഹാകവി കുഞ്ചൻ നമ്പ്യാരുടെ മിഴാവ് ഇവിടെ കളത്തട്ടിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആ മഹാപ്രതിഭയുടെ കരസ്പർശമേറ്റ മിഴാവ് ഭഗവാന് മുന്നിൽ തന്നെ സമർപ്പിതമായത് കുഞ്ചൻ നമ്പ്യാരുടെ ഭഗവാനോടുള്ള പരമഭക്തി കൊണ്ട് തന്നെയാണ്. ക്ഷേത്രത്തിനോട് ചേർന്ന് നാടകശാലയിൽ മിക്കപ്പോഴും സപ്താഹങ്ങളും കലാപരിപാടികളും നടക്കുന്നു. ഇന്ന് നാടകശാലയിൽ രുക്മിണി സ്വയംവരത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഭഗവാനെ പ്രാണന് തുല്യം സ്നേഹിച്ച രുക്മിണിയുടെ ജീവാത്മാവ് പരമാത്മാവിൽ ലയിച്ചു ചേരുന്നതാണല്ലോ രുക്മിണി സ്വയംവരം. അമ്പലപ്പുഴയുടെ ആകാശങ്ങളിലെ മേഘരൂപങ്ങളിൽ ചന്ദ്രോത്സവങ്ങളുടെ അരങ്ങൊരുങ്ങി. സന്ധ്യയായി, ദീപങ്ങൾ തെളിയുകയായി. ദീപാരാധന കഴിഞ്ഞു. ഇനി ശീവേലി. മോക്ഷസാഗരത്തിലേക്ക് ലയിക്കാൻ ഭക്തർ ഒഴുകിച്ചേർന്നു. ഭഗവാനെ, ഞാൻ എന്നെ തന്നെ നിന്നിലേക്ക് സമർപ്പിക്കുകയാണ്. എൻ്റെ സ്വപ്നവും മോഹവും മോക്ഷവും നീ തന്നെ. എൻ്റെ കണ്ണീര് യമുനയാകുമ്പോൾ എൻ്റെ വേദനകൾ നിന്റെ മുരളീനാദമായി ഒഴുകട്ടെ. ക്ഷേത്രകോണുകളിൽ നിന്ന് വാസുദേവോ എന്ന വിളികൾ മുഴങ്ങി. അമ്പലപ്പുഴ ക്ഷേത്രനട അടയ്ക്കുകയായി. ഇനി അമ്പലപ്പുഴയുടെ ആകാശങ്ങളിൽ നിന്നും ത്രിഭുവനമാകെ ആ മുരളീനാദം ഒഴുകി നിറയട്ടെ.